ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 വർഷമായിട്ടുള്ള ഞങ്ങൾ റംബൂട്ടാന്റെ തൈ ഇത്തിരി വലിപ്പമുള്ള തൈയാണ് കേട്ടോ മേടിച്ചത്. അത് മേടിച്ച് ഇപ്പൊ നിറച്ച് റംബൂട്ടാനൊക്കെ ഉണ്ടായി. പക്ഷെ എല്ലാതും കൊഴിഞ്ഞു പോയി. എന്താണ് കൊഴിഞ്ഞതിന്റെ കാരണം എന്ന് മനസ്സിലാവുന്നില്ല. നിറച്ച് കൊഴിഞ്ഞെടുക്കുക, കുറേ കൊഴിഞ്ഞു. വിഷമം തോന്നും റംബൂട്ടാൻ കൊഴിഞ്ഞു നിൽക്കണ കാണുമ്പോൾ. ഇതിന്റെ കൂടെ തന്നെ വാങ്ങിയതാണ് ഈ പ്ലാവിന്റെ പച്ചില കൊഴിയുക. ഇത് തുടർച്ചയായിട്ട് മഴ പെയ്യണത് കാരണമാണോ എന്താണെന്ന് അറിയില്ല. മഴ എന്നും പെയ്യണ കാരണമാണെന്ന് തോന്നണേ. അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് അതിന്റെ തൊട്ട് തന്നെയാണ് വെച്ചേക്കണേ. ആ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരെണ്ണം ഇതുപോലെ ഇവിടുന്ന് ചീഞ്ഞ പോലെ ആയിട്ട് കൊഴിഞ്ഞു പോയി. വെള്ളം കെട്ടി നിന്നിട്ടാന്ന് തോന്നുന്നു. ഇപ്പൊ മണ്ണൊക്കെ ഇട്ട് ശരിയാക്കി. അതുപോലെ ഇത് റെഡിന്റെ ആണ്. വൈറ്റുമ്മ രണ്ട് ചെറിയ മുട്ട് പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ കൊഴിഞ്ഞു പോകുന്ന തോന്നണം ഈ മഴ കാരണം. അതുപോലെ പിന്നെ മാവും ഇത്തിരി 2-3 മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ. പിന്നെ അതുപോലെ ചാമ്പ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ സീതപ്പഴം. ഞങ്ങളുടെ ചെറിയ കൃഷിയാണ് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുള്ളിടത്തുള്ള ചെറിയ കൃഷി. അതുപോലെ പേരമ്മ അതുപോലെ നിറച്ച് പേരക്കയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. 3-4 പ്രാവശ്യം പൊട്ടിച്ചു. പേരക്ക വലുതായിട്ട് നല്ല വലുപ്പമുള്ള പേരക്കയാണ്. പിന്നെ ഒരു മാംഗോസ്റ്റീൻ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് കൃഷി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.